ശ്രീ ഷാഫി ചാലിയം, നിങ്ങൾക്ക് ആശയപരമായി യോജിപ്പില്ലാത്തവരുടെ പിന്തുണ നിങ്ങൾക്ക് സ്വീകരിക്കാം എന്നുള്ളതാണോ, അത് തിരഞ്ഞെടുപ്പുകളിലെ പൊതു സമീപനമാണോ? നിങ്ങൾക്ക് യോജിപ്പില്ല എങ്കിലും വോട്ട് സ്വീകരിക്കാം. പക്ഷേ വി.ഡി. സതീശൻ പറഞ്ഞതിലും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിലും രണ്ട് തരം സമീപനങ്ങളുണ്ടോ എന്ന സംശയമുണ്ട്. ഞാൻ ആദ്യം മുസ്തഫ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തുടങ്ങട്ടെ, എന്നിട്ട് സ്മൃതിയിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞത് ഈ PDPയെ കുറിച്ച് അദ്ദേഹം പറയുണ്ടായി. ISS ഉണ്ടാക്കിയ കാലഘട്ടം അതിതീവ്രമായ രീതിയിലായിരുന്നു മഅ്ദനി ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം ആ നിലപാടുകളെല്ലാം തിരുത്തി എന്നാണ് പറയുന്നത്. എവിടെയാണ് തിരുത്തിയത്? താൻ മത തീവ്രവാദം ഈ നാട്ടിൽ ഉണ്ടാക്കി എന്ന് മഅ്ദനി എവിടെയെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? താൻ ഈ ജയരാജൻ്റെ പുസ്തകത്തിൽ എന്താ പറഞ്ഞത് മഅ്ദനിയെ കുറിച്ച്? ഞാനത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിൽ വളരെ കൃത്യമായി എന്താ പറയുന്നത്? പേജ് നമ്പർ എല്ലാം തീവ്രവാദത്തിന്റെ അംബാസഡർ എന്നാണ് വിളിക്കുന്നത്. അതെ, പ്രഭാഷണ പര്യടനം തീവ്രവാദ ചിന്ത വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. അതിവൈകാരികമായ പ്രസംഗങ്ങളിലൂടെ ആളുകൾക്കിടയിൽ തീവ്ര ചിന്താഗതികൾ വളർത്താൻ മഅ്ദനി ശ്രമിച്ചു. സ്വകാര്യ സായുധ സുരക്ഷാ ഭടന്മാർക്കൊപ്പം നടത്തിയ പര്യടനം മുസ്ലിം യുവാക്കൾക്കിടയിൽ RSSനെ പ്രതിരോധിക്കാനുള്ള വഴികൾ ആരായുന്നതിലേക്ക് നയിച്ചു. 90-ൽ മഅ്ദനിയുടെ നേതൃത്വത്തിൽ RSSനെ അനുകരിച്ച് ഇസ്ലാമിക് സേവക് സംഘം രൂപീകരിച്ചു. ISS നേതൃത്വത്തിൽ മുസ്ലിം യുവാക്കൾക്ക് ആയുധ ശേഖരവും ആയുധ പരിശീലനവും നൽകി. കേൾക്കണം നിങ്ങൾ. പിന്നെ പറയുന്നു, മഅ്ദനിയുടെ കേരള പര്യടനത്തിലൂടെ ഒട്ടേറെ യുവാക്കൾ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഈ പുസ്തകം പ്രകാശനം എഴുതിയത് P. ജയരാജൻ, പ്രകാശനം ചെയ്തത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു ഭാഗത്ത് ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റിൽ മുഴുവൻ PDP പ്രവർത്തകരും ജയരാജൻ്റെ ഈ പുസ്തകം കത്തിക്കുകയായിരുന്നു. അപ്പം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്ത ജയരാജന്റെ പുസ്തകം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്ത ശേഷം പറഞ്ഞിരുന്നു പുസ്തകത്തിലെ കണ്ടന്റിനോട് മുഴുവൻ തനിക്ക് യോജിപ്പില്ല എന്ന്. അതവിടെ നിൽക്കട്ടെ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും പോയില്ല. അപ്പം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്ത പുസ്തകം കേരള സംസ്ഥാനത്ത് ഉടനീളം കത്തിച്ച ഒരു പാർട്ടിയുമായി ഒരു ഉളുപ്പുമില്ലാതെ ഈ നിലമ്പൂരിൽ ഇവർ കൈകോർക്കുക. എന്നിട്ട് പറയുകയാണ് എന്ത് മഅ്ദനി പഴയ മഅ്ദനിയല്ല. ഏത് മഅ്ദനി? നിങ്ങൾ പിടിച്ചു കൊടുത്ത മഅ്ദനി. കോയമ്പത്തൂർ കോടതി നിരപരാധിയാണെന്ന് പറഞ്ഞ് വിട്ടയച്ചു. അയാൾക്ക് നഷ്ടപ്പെട്ട കൊല്ലം ആര് തിരിച്ചു കൊടുക്കും? പിടിച്ചു കൊടുത്തത് നായനാർ. എന്നിട്ടോ സർക്കാരിൻ്റെ PRD പ്രസിദ്ധീകരണത്തിൽ ഭരണ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മഅ്ദനി എന്ന തീവ്രവാദിയെ തമിഴ്നാടിന് പോലീസിന് പിടിച്ചു കൊടുത്തത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടമായി PRD ഇറക്കി പുസ്തകം. അത് മനസ്സിലാക്കണം. പിന്നെ കർണാടക പോലീസിന് പിടിച്ചു കൊടുത്തത് ആരാ? അച്യുതാനന്ദൻ. അത് നിങ്ങൾ മനസ്സിലാക്കണം. മഅ്ദനി ഒരിക്കലും താൻ ഒരു തീവ്രവാദ പ്രസംഗം നടത്തിയിട്ടുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്തിട്ടില്ല. താൻ വർഗീയത ഉണ്ടാക്കിയ പ്രസംഗം നടത്തിയിട്ടുണ്ടെന്ന് മഅ്ദനി അഡ്മിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും മഅ്ദനി ചോദിക്കുന്നത് എൻ്റെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഞാൻ ഏതെങ്കിലും ഇതര സമുദായത്തെക്കുറിച്ച്, ഞാൻ RSSനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതര സമുദായത്തെക്കുറിച്ച് എവിടെ പറഞ്ഞു? അദ്ദേഹം ഇപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഈ മുസ്തഫ പറഞ്ഞ പോലെ തിരുത്തിയിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ഈ ജമാഅത്തെ ഇസ്ലാമി അവിടെ നിൽക്കട്ടെ. ജമാഅത്തെ ഇസ്ലാമിൻ്റെ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് എന്താണെന്ന് എനിക്കറിയില്ല. ഇതുവരെ ജമാഅത്തിൻ്റെ ഒരു പ്രസ്താവന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വെൽഫെയർ പാർട്ടിയുണ്ട്. വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? അതിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ മാത്രമാണോ? അല്ല, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ വരെ ആ പാർട്ടിയിലുണ്ട്. ആ പാർട്ടിയുടെ സ്റ്റേറ്റ് ഭാരവാഹികളിൽ മുസ്ലിങ്ങളല്ലാത്തവരുണ്ട്. ആ പാർട്ടിയുടെ ഇന്ന് ഞാൻ അതിൻ്റെ 14 ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ലിസ്റ്റ് എടുത്തു. 4-ൽ കുറയാത്ത മുസ്ലിങ്ങളല്ലാത്ത ആളുകളായിലുള്ളത്. അപ്പം ജമാഅത്തുകാർ കൂടുതൽ സ്വാധീനമുള്ള ഒരു പാർട്ടിയാവും. പക്ഷേ ജമാഅത്ത് അല്ലാത്ത ആളുകളും അതിലുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ ഭരണഘടനയിൽ മതരാഷ്ട്രവാദം എവിടെയുള്ളത്? അഭിപ്രായമുണ്ടോ അത് ലീഗിന്? ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ. ഉദാഹരണം, മുസ്ലിം ലീഗിൽ മുസ്ലിം സമുദായത്തിന് വലിയ സ്വാധീനമുണ്ട്. കേരള കോൺഗ്രസുകളിൽ ക്രിസ്ത്യാനികൾക്ക് സ്വാധീനമുണ്ട്. അതുപോലെ വെൽഫെയർ പാർട്ടിയിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് കൂടുതലുള്ളത്. എന്നാൽ ജമാഅത്ത് ആദർശത്തിനോട് താല്പര്യമില്ലാത്ത, ജമാഅത്തോ മുസ്ലിമോ പോലും അല്ലാത്ത ആളുകളും വെൽഫെയർ പാർട്ടിയിലുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ നയപരിപാടികൾ എന്താണെന്നാണ് പഠിക്കേണ്ടത്. RSSും BJPയും തമ്മിൽ താങ്കൾ ഈ പറയുന്ന രീതിയിൽ അംഗീകരിക്കാമോ?
RSSന്റെ രാഷ്ട്രീയ പാർട്ടിയല്ല BJP എന്ന് അംഗീകരിക്കുമോ? സ്മൃതി, ഇതിൽ അങ്ങനൊന്നും ഞാൻ പറയില്ല. BJPയിൽ എന്താണ്, BJPന്റെ പ്രത്യയശാസ്ത്രം തന്നെ അവർ ഡിക്ലെയർ ചെയ്യുന്നതാണല്ലോ. ആ ടൈമിൽ വെൽഫെയർ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ എവിടെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആശയങ്ങളോടാണ് താല്പര്യമുള്ളത്? എവിടെയുള്ളത്? ജമാഅത്ത് ആശയമുള്ളവർക്ക് ആ പാർട്ടിയിൽ വരാം. ഇപ്പോൾ ഞങ്ങളെ പാർട്ടിയിൽ തന്നെ എത്ര പേരുണ്ട് മുസ്ലിം സമുദായത്തിലെ? ഞങ്ങളെ പാർട്ടിയിൽ സുന്നികൾ, 2 തരം സുന്നികളുണ്ട്. ഈ 2 തരം സുന്നികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്നവരല്ല, പരസ്പരം പല മേഖലയിൽ പോരടിക്കുന്നവരാണ്. പക്ഷെ മുസ്ലിം ലീഗിൽ അവർ നിൽക്കുന്നു. മുജാഹിദ് 3 വിഭാഗമുണ്ട്. 3 വിഭാഗവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കടിപിടിയാണ്. എന്നാലും മുസ്ലിം ലീഗിൽ അവർ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരായ ആളുകളുണ്ട്, ജമാഅത്തെ ഇസ്ലാമി അല്ലാത്ത ആളുകൾ അതിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഈ മുസ്തഫയോട് പറയേണ്ടായി 1986-87 ശേഷം ഞങ്ങൾക്ക് അവരുമായിട്ടൊരു ബന്ധമില്ല. ഞാൻ ഒരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റിൽ ആ കാലത്താണ് പരസ്യമായി ആദ്യം മൂല്യം നോക്കി വോട്ട് നിർണയിച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമി ഒട്ടാകെ വോട്ട് ഇടതുപക്ഷ മുന്നണിക്ക് കൊടുത്തത് ആ തെരഞ്ഞെടുപ്പിലാണ്. അതിൻ്റെ പ്രതിഫലം എന്നോണമാണ് പാഠപുസ്തക കമ്മിറ്റി പറഞ്ഞ വലിയ ദൈക്ഷണിക ഭൗതിക മേഖലയിലുള്ള അതിപ്രശസ്തരെ മാത്രം നോമിനേറ്റ് ചെയ്യുന്ന കേരളത്തിൻ്റെ പാഠപുസ്തക കമ്മിറ്റിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിൻ്റെ പ്രതിനിധി എടുത്ത് എന്തിനാ? ഇത്ര വലിയ മത രാജ്യം ഉണ്ടാക്കുന്ന ഹിന്ദുക്കളടക്കമുള്ള മറ്റു ഇതര ആളുകളെ വെറുക്കുന്ന ഒരു ആശയത്തിന്റെ പ്രതിനിധി എന്തിനാ നിങ്ങൾ എടുത്തത്? സമാധാനം പറ. പാലൊളി കമ്മിറ്റി, ആ പാലൊളി കമ്മിറ്റിയിൽ എടുത്തോ? ആ പാലൊളി കമ്മിറ്റിയിലും ജമാഅത്തെ ഇസ്ലാമിയാണ് അബ്ദുറഹ്മാൻ. പിന്നെ ഹജ്ജ് കമ്മിറ്റിയിൽ നിങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാം നിഷേധിക്കാൻ പറ്റുമോ? എന്ത് പ്രതിഫലത്തിന്റെ എന്ത് അടിസ്ഥാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയെ? നിങ്ങൾ നോക്കി, കേരളത്തിലെ മുസ്ലിങ്ങളിലെ 90% വരുന്ന വിഭാഗമാണ് സമസ്ത. ആ സമസ്തന്റെ ഒരു പ്രതിനിധി എടുത്തിട്ടില്ലേ അച്യുതാനന്ദൻ ഗവൺമെന്റ്? അന്ന് പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ AKC സെന്ററിന് എഴുതി കൊടുക്കുന്ന ലിസ്റ്റാണ് അന്നത്തെ മന്ത്രിസഭ അംഗീകരിച്ചത്. അപ്പം ജമാഅത്തെ ഇസ്ലാമിയെ സമസ്തയെ പോലും എടുക്കാതെ ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠപുസ്തക കമ്മിറ്റി, ഇത്ര അപകടം നിറഞ്ഞ ഒരു ആശയം ദൈവിക ഭരണം കൊണ്ടുവരുന്ന ആളുകൾ ഈ കമ്മിറ്റിക്ക് എടുത്ത് എന്തിനാ? അതേമാതിരി പാലോളി കമ്മിറ്റിയിലും സമസ്ത എടുത്തില്ല, ഈ ജമാഅത്ത് ഇസ്ലാമിയെ എടുത്തത്. അത് മനസ്സിലാക്കണം. പിന്നെ ഇവർ ഒരുമിച്ച് ആ തെരഞ്ഞെടുപ്പുകളിൽ എവിടെയെല്ലാം മത്സരിച്ചു? ഇപ്പോഴും ഇല്ല. ഇതിന്റെ കണക്കിഞ്ഞു എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടി വൈസ് പ്രസിഡന്റും CPM പ്രസിഡന്റും എങ്ങനായി? മുക്കം മുനിസിപ്പാലിറ്റി അറിഞ്ഞോളൂ. ഇനി എത്ര നമ്മൾക്ക് എണ്ണാൻ പറ്റും? കേരളത്തിൽ എത്ര തദ്ദേശ സ്ഥാപനങ്ങൾ? അപ്പോ ഈ ജനങ്ങൾ മനസ്സിലാക്കണം. ഈ ജനം ഇതൊക്കെ അറിയാം. നിലമ്പൂരിലുമുണ്ട് ഒരു വാർഡിൽ. അതാണ് രസം. ഇപ്പൊ ഇവര് പറഞ്ഞില്ലേ, ഏതൊരു ദത്യത്രയ സ്വാമി ഗുരുകുലാനന്ദ എന്ന ഒരു സാധനത്തിനെ കുറിച്ച് എനിക്ക് അതിന്റെ പേര് തന്നെ പറയാൻ കിട്ടുന്നില്ല. ആ മനുഷ്യൻ വിജയരാഘവനോടൊപ്പം ഇരുന്ന് അതിന്റെ സംസ്ഥാന നേതാക്കളും വിജയരാഘവൻ ഇരുന്ന് അണ്ടിപ്പരിപ്പും ചായയും കുടിക്കുന്ന ഫോട്ടോ നാട്ടുകാർ കണ്ടതാ. സ്വാമി ദത്താത്രേയ സായി സ്വരൂപനാഥ്. ഏതോ വഴിപോക്കനെ പിടിച്ചിട്ട് നിങ്ങൾ ആഫീസിലിരുത്തോ? ഇതിനെ കൂടെ കഴിയില്ല പറയാൻ. ഒന്ന് എഴുതിക്കൊണ്ടാ. ഈ സാധനങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക. ഇവരൊക്കെ ഞാൻ ഏതേ വഴിപോക്കൻ പിടിച്ചിട്ട് പാർട്ടി ഓഫീസിലേക്ക് വിളിച്ച് ചായ അണ്ടിപ്പരിപ്പും കൊടുക്കുവോ? ആ ഫോട്ടോ നോക്കി, ആ വളിഞ്ഞ ചിരിയും തിരിച്ചിട്ട് ആ വിജയരാഘവൻ, വർഗീയരാഘവൻ ആ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ നിങ്ങൾ? ശരി. എന്നിട്ട് ഇപ്പോഴും കോയിന്ന മാഷി ചോദിക്കുക, ഏത് സ്വാമി? ഞാനറിയില്ല ഏത് സ്വാമി. ഇതൊക്കെ ആരോടാണ്? ഞങ്ങളെ അതെ ആ ചോദ്യം അല്ല സ്മൃതിയുടെ ചോദ്യത്തിന് ഒരു മറുപടി ഒറ്റ മിനിറ്റ് എടുക്കുള്ളൂ. സ്മൃതി ഇവിടെ ചോദിച്ചല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ പാർട്ടി ഏതടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷത്തിനെ പിന്തുണച്ചത് 2014 വരെ? എന്തെങ്കിലും കരാറുണ്ടാക്കിയിട്ടാണോ? ഘടകകക്ഷിയാക്കാന്നുള്ള ധാരണ കൊണ്ടാണോ? പൊരുത്തം കൊണ്ടാണോ? അല്ല, അവർക്ക് ഇടതുപക്ഷത്തിന്റെ നയത്തോടാണ് UDF-നെക്കാട്ടിലും അന്ന് യോജിപ്പുണ്ടായത്. അതുകൊണ്ട് അവരെടുത്തു. ഞാനത് തെറ്റായി കാണുന്നില്ല. എന്നാൽ അതേസമയം 2014 തെരഞ്ഞെടുപ്പിൽ ദേശീയ സംഘടനയാണ് ഇവർ ഈ വെൽഫെയർ പാർട്ടി എല്ലായിടത്തും ഉള്ളതാണ്. അവർക്കൊരു ദേശീയ തലത്തിൽ ഒരു പൊതുനയം വേണ്ടിയിരുന്നു. അത് മോഡിക്കെതിരായ അന്നത്തെ UPA സഖ്യത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഫലമായി കേരളത്തിന് പുറത്ത് എവിടെയൊക്കെ CPM മത്സരിച്ചിട്ടുണ്ടോ? ദേശാഭിമാനി, ഇന്നത്തെ ദേശാഭിമാനിയിൽ ആദ്യ പേജിൽ തന്നെയുള്ളത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജമാഅത്തേക്ക് സീറ്റ് എന്ന UDF-ന്റെ ഉറപ്പ് ലഭിച്ചു എന്നാണ്. അത് കോഴിക്കോടോ മലപ്പുറത്തോ
1 2 സീറ്റ് എന്ന് ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണത്രേ ഈ പിന്തുണ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? UDF അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് കൊടുത്തോ? PK കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും ചർച്ച നടത്തി എന്നാണ് പറയുന്നത് കേട്ടോ. ആ വാർത്ത സഖാക്കള് കട്ടൻ ചായയും പരിപ്പോടയും തിന്നിട്ട് സ്വയം വായിച്ച് ആസ്വദിച്ചാൽ മതി. അതിനെ വാർത്തയായിട്ട് കാണണം. ദേശാഭിമാനിയിൽ ഒരു ഉളുപ്പുമില്ലാതെ അതേ ദേശാഭിമാനിന്റെ എഡിറ്റോറിയൽ ഉണ്ട്. ഈ ദേശാഭിമാനിക്ക് മറുപടി മുമ്പ് ദേശാഭിമാനി ഇത് എഡിറ്റോറിയലാ, മറുപടി അവിടെ തന്നെ ഉണ്ട്. ആരെങ്കിലും ഈ നട്ടാൻ മുളക്കാത്ത നുണ ആര് വിശ്വസിക്കാനാണ്? ഞങ്ങൾ അവരുമായിട്ട് അത്തരത്തിൽ അവരിങ്ങോട്ട് വോട്ട് തരുന്നു. അത് ഇടതുപക്ഷം സ്വീകരിച്ച എങ്ങനെയാണോ ഞങ്ങൾ സ്വീകരിച്ചാൽ മാത്രം അപകടം. ശരി, പിന്തുണയ്ക്കുമ്പോൾ പിന്തുണയ്ക്കാത്തപ്പോൾ വർഗീയവാദികൾ എന്ന നിലപാടാണോ ജമാഅത്തിന്റെ കാര്യത്തിൽ എന്നുള്ളതാണ് അറിയേണ്ടത്. ഒരു ചോദിക്കും ഒരു ചെറിയൊരു കാര്യങ്ങൾ, അതായത് മുസ്തഫ ഇവിടെ പറയുണ്ടായി ഈ തന്നെ തലശ്ശേരി കലാപാനന്തരം RSSന്റെ വോട്ട് വേണ്ടെന്ന് ഈ പാർട്ടി പറഞ്ഞു. അതെന്താ പറയാത്തത്? ഇപ്പം എന്താ പറയാത്തത്? RSSന് വോട്ട് വേണ്ട ആകെ ഒരിക്കലേ പറഞ്ഞിട്ടുള്ളൂ. ആ തലശ്ശേരി കലാപാനന്തരം എന്നാ പറഞ്ഞത്. ശരി, മുസ്തഫ വിശദീകരിക്കും. ഞാൻ കുട്ടിയിലേക്കും അതോടൊപ്പം KPM ഹാരിസിലേക്കും പോകേണ്ടതുണ്ട്.